ചരിത്രം പഠിക്കാൻ മാത്രമുള്ളതല്ല, അത് ആവർത്തിക്കാനുള്ളതാണ് എന്ന മഹാപാഠം ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അറിവാണ് ഏറ്റവും വലുത് എന്ന അമേയമായ സന്ദേശം ജീവിതത്തിൽ അവസാനം വരെ പ്രയോഗിച്ചുകൊണ്ടാണ് അവിടുന്ന് വിട ചൊല്ലിയത്. വൈജ്ഞാനിക സമ്പാദന രംഗത്തും പ്രസരണ രംഗത്തും പ്രൗഢമായ ഒരുപാട് നല്ല മാതൃകകൾ മഹാനായ തങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയും. അവിടുന്നിൻ്റെ ആദ്യത്തെ അക്ഷരാഭ്യാസവും പരിശുദ്ധ ഖുർആന്റെ പാരായണ പഠനവും കുഞ്ഞായൻ മുല്ലാക്ക എന്ന പേരിൽ സ്വന്തം നാട്ടിൽ കരുവന്തുരുത്തിയിൽ ഉണ്ടായിരുന്ന മുല്ലാക്കയിൽ നിന്നാണ് അവിടുന്ന് അഭ്യസിച്ചത്. ചാലിയാർ പുഴയുടെയും കടലുണ്ടിപ്പുഴയും സംഗമിക്കുന്ന ഒരു ഗ്രാമമാണ് കരുവന്തുരുത്തി എന്ന പ്രദേശം. ധാരാളം ഗ്രാമീണ ശാലീനത മുറ്റുനിൽക്കുന്ന ഒരുപാട് കർഷകരും അതുപോലെയുള്ള പാവങ്ങളായ ഒരുപാട് ആളുകൾ അധിവസിച്ചിരുന്ന പ്രദേശം. ധാരാളം സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും എല്ലാം പ്രൗഢമായ പ്രയാണത്തിലൂടെ ലോകത്തിൻ്റെ നെറുകയിൽ ആ രാജ്യമെന്ന് മഹാനായ താജുൽ ഉലമയിലൂടെ ജ്വലിച്ചു നിൽക്കുകയാണ്. പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന കരുവന്തുരുത്തിയിലെ മുദരിസിൽ നിന്നാണ് ദർസിന്റെ ആദ്യ പാഠങ്ങൾ മഹാനുഭാവൻ അഭ്യസിച്ചത്. സ്വന്തം നാട്ടിലുള്ള ദർസുകളോടുള്ള അവഗണനയും അലർജിയും അകൽച്ചയുമെല്ലാം ആധുനിക സമൂഹം അഭിമാനമായി കാണുമ്പോൾ നാട്ടിലുള്ള നന്മകളെ തിരസ്കരിച്ചുകൊണ്ട് നാടുവിടാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു. നാട്ടിലെ ദർസിലൂടെ തന്റെ ദർസ് പഠനം ആരംഭിക്കുന്നു. മഹാനായ പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ നാട്ടിൽ നിന്ന് മറ്റൊരു ദർസിലേക്ക് പോയപ്പോൾ ആ ഉസ്താദിന്റെ കൂടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളും പോയി. കൊമ്പിയകത്ത് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്നാണ് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം തഫ്സീർ അവിടെ നിന്ന് പഠിക്കുന്നത്. തഫ്സീർ പഠനം വളരെ മാതൃകാപരമായിരുന്നു. കാരണം ഓരോ അധ്യായങ്ങളും പഠിക്കുമ്പോൾ ആ അധ്യായങ്ങൾ ഹിഫ്ളാക്കുക എന്ന സ്വഭാവം മഹാനായ താജുൽ ഉലമക്കുണ്ടായിരുന്നു. തഫ്സീർ പഠിക്കുമ്പോൾ ഖുർആനും ഹിഫ്ളാക്കുക. സൂറത്ത് മറിയമല്ലാത്തതെല്ലാം അവിടുന്ന് ഇങ്ങനെ പഠിച്ചിരുന്നുവെന്ന് അവിടുത്തെ അനുഭവം പങ്കുവച്ചപ്പോൾ പറഞ്ഞത് കേൾക്കാൻ കഴിയും, അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊടുവള്ളി മുഹമ്മദ് മുസ്ലിയാർ, ചെറീദ് മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാരിലൂടെ തൻ്റെ പഠന പര്യടനം തുടരുകയും മഹാനായ താജുൽ ഉലമയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് സമസ്തയുടെ സാരഥി ത്രയങ്ങളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിജ്ഞാനം പകർത്താൻ ഭാഗ്യം ലഭിച്ചു എന്നത് താജുൽ ഉലമക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സമസ്തയുടെ പ്രയാണ വഴിയിൽ ഊടും പാവും പകർന്ന മഹാനായ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പിതാവ് എന്ന് വിളിക്കാൻ പറ്റുന്ന പ്രാഥമിക പഠന രംഗത്ത് ആധുനികമായ മാർഗങ്ങൾ തെളിച്ചുകൊണ്ട് മദ്രസ പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയത് സമസ്തയുടെ സാരഥിയായിരുന്ന മഹാനായ പറവണ്ണ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ ശിഷ്യനാകാനും മഹാനായ റഈസുൽ മുഹഖഖീൻ പരിണത പ്രജ്ഞനായ കണ്ണിയത്ത് ഉസ്താദിന്റെ എല്ലാ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങാനും സമസ്തയുടെ സാരഥ്യം വഹിച്ച വിശ്വപണ്ഡിതൻ ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ അവിടുന്നിന്റെ
പഠിതാവായി ആ പടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കടിഞ്ഞുകൂടാനും ഭാഗ്യം ലഭിച്ച സമസ്തയെ നയിച്ച ഏക വ്യക്തി എൻ്റെ അറിവിൽ മഹാനായ താജുൽ ഉലമ മാത്രമാണ്. അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം, ഒരിക്കലും തീരാത്ത മോഹം, അതവിടെ നിന്നെ പഠന സഭയിലേക്ക് ഏറ്റവും അധിക പ്രചോദകമായി. എവിടെയെല്ലാം അമൂല്യമായ അറിവുകളുണ്ടോ അവിടെയെല്ലാം അന്വേഷിച്ച് ചെന്ന് പഠിക്കുക എന്നത് താജുൽ ഉലമയുടെ പ്രത്യേകതയായിരുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് ശംസുൽ ഉലമ ബാഖിയാത്തു സ്വാലിഹാത്തിലുണ്ട്, അവിടെ പോകണമെന്ന ഉദ്ദേശത്തോടുകൂടി യാത്ര തിരിച്ചത്. യാത്രാമധ്യേ മനസ്സിലായി ശംസുൽ ഉലമ അവിടെ നിന്ന് മാറി തളിപ്പറമ്പ് ഖുവത്തുൽ ഇസ്ലാം ദർസിലാണെന്നറിഞ്ഞപ്പോൾ തന്റെ ലക്ഷ്യം ശംസുൽ ഉലമയായിരുന്നു. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിൽ ചെല്ലുകയും മഹാനായ ശംസുൽ ഉലമയോടൊപ്പം 2 വർഷം പഠിക്കുകയും ചെയ്തു. ഈ പഠനത്തിൽ കേവലം ഒരു പഠിതാവ് മാത്രമല്ല, ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. ശംസുൽ ഉലമ താജുൽ ഉലമയെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ സ്വഹീഹ് മുസ്ലിമും മഹല്ലിയും മുല്ലാജാമിയും നുഖ്ബയും ജംഉൽ ജമാമിഉം ചഗമൈനിയുമെല്ലാം വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങളാണ്. പല പണ്ഡിതന്മാർക്ക് പോലും പലപ്പോഴും പതറുന്ന പരിജ്ഞാനങ്ങളാണ് അതിലുള്ളത്. ഈ ഗഹനമായ ഗ്രന്ഥങ്ങൾ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ താജുൽ ഉലമയെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഏൽപ്പിച്ചിരുന്നത്. താജുൽ ഉലമയെ ഏൽപ്പിക്കുക മാത്രമല്ല, ശിഷ്യന്മാരോട് അഭിപ്രായവും ആരാഞ്ഞു. എങ്ങനെയുണ്ട്? വളരെ മനോഹരമാണ്. ആ പരിജ്ഞാനങ്ങൾ പരന്നൊഴുകിയത് പ്രിയപ്പെട്ട ഉസ്താദ് സന്തോഷപൂർവ്വം കണ്ടതും നാം വായിക്കുകയാണ്. അതുപോലെ കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ പഠിക്കുമ്പോൾ ഈ ശിഷ്യനുമായി പലപ്പോഴും മസ്അലപരമായ സംവാദങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ലറൂറത്തിന്റെ ഖാദിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ആ ചർച്ചയിൽ മഹാനായ താജുൽ ഉലമ ഒരഭിപ്രായം പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് വേറെ അഭിപ്രായം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എൻ്റെ അഭിപ്രായം മർദൂദ്, തങ്ങളെ നിങ്ങളുടെ അഭിപ്രായമാണ് മഖ്ബൂല്, നിങ്ങളുടെ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് ശിഷ്യനോട് ഉസ്താദ് പറയുന്നത് എത്ര മനോഹരമാണ്. അങ്ങനെയുള്ള ഒരു പഠനമായിരുന്നു മഹാനായ താജുൽ ഉലമക്ക് ഉണ്ടായിരുന്നത്. വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പ്രവേശനം പലർക്കും നിഷേധിക്കപ്പെട്ടു. തനിക്കുള്ള ചെലവിനുള്ള പൈസ കെട്ടിവെച്ചുകൊണ്ടാണ് മഹാനായ താജുൽ ഉലമ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് പഠിക്കുന്നത്. ഇറങ്ങുന്നതോ 1ാം റാങ്കുകാരനായിട്ടാണ്. ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് മഹാനായ താജുൽ ഉലമ അവറുകൾ 1952 ബാഖവി ബിരുദം റാങ്കോടുകൂടി വാങ്ങി നേരെ ഉള്ളാളത്ത് ദർസ് തുടങ്ങുകയാണ്. 1972 വരെ ഉള്ളാളം ദർസ് മാത്രമായിരുന്നു, പള്ളി ദർസായിരുന്നു. 72 സയ്യിദ് മദനി അറബി കോളേജായി. ആ കോളേജിന്റെ പ്രിൻസിപ്പളായി മഹാനായ താജുൽ ഉലമ തന്റെ വൈജ്ഞാനിക പ്രയാണത്തിന് കൂടുതൽ പ്രോജ്വലത നൽകി 1956 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിൽ മഹാനുഭാവനെ തെരഞ്ഞെടുക്കപ്പെട്ടു. 1976 വൈസ് പ്രസിഡന്റായി അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തി. 54 നടന്ന 1964 തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പഠനത്തിന് മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ സമസ്തക്ക് കത്ത് കൊടുക്കുന്നത്. ആ പഠനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തവരിൽ മഹാനായ താജുൽ ഉലമയും സ്ഥാനം നേടുകയാണ്. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു തുടങ്ങിയ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താജുൽ ഉലമയും ആ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പഠനത്തിന് നിയോഗിക്കപ്പെട്ടവരിൽ പ്രഗത്ഭനാണ്. 1965 മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചു, തബ്ലീഗ് ജമാഅത്ത് ബിദ്അഈ പ്രസ്ഥാനമാണ്. ഇന്ന് പല ആളുകൾക്കും അതിനോട് പ്രിയം തോന്നുകയാണ്. ഓച്ചിറയിൽ അതിനൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ
ഏതോ ഒരു നേതാവ് ഇപ്പോൾ സന്ദർശിച്ചു എന്ന് കേട്ടു. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള സമസ്തയുടെ തീരുമാനത്തിൽ ഇന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. 1965 തീരുമാനിച്ച അതേ തീരുമാനം തന്നെയാണ് ഇരു സമസ്തയിലുമുള്ളത്. പക്ഷേ ചില ആളുകൾക്കൊക്കെ അതിനോടെന്തോ ആഭിമുഖ്യം കാണുന്നത് ആദർശപരമായ വ്യതിയാനമാകാം. 1976 വൈസ് പ്രസിഡന്റായ മഹാനായ താജുൽ ഉലമ 89 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരമാധ്യക്ഷനായി തന്റെ പ്രബോധന വീതി കൂടുതൽ ഊർജ്ജസ്വലമാക്കി. മഹാനായ താജുൽ ഉലമ അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരു കുടുംബത്തിലെ പ്രധാന അംഗമായി എന്നത് അവിടുത്തെ പ്രൗഢിയെ ഏറ്റവും പ്രചരിപ്പിക്കുന്നതാണെങ്കിൽ, 2 പാരമ്പര്യവും നേടിയിട്ടുള്ള മഹാനാണ് താജുൽ ഉലമ അവറുകൾ. ബഹുമാനപ്പെട്ട ടി.എസ്. സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകൾ വേദിയിലേക്ക് വരണമെന്ന് അധ്യക്ഷനടക്കം ആവശ്യപ്പെടുന്നു. 2 പാരമ്പര്യവും, ഒന്ന് കുടുംബ പാരമ്പര്യം, മറ്റൊന്ന് പരിജ്ഞാന പാരമ്പര്യം. ഇത് രണ്ടും കൂടി ഒത്തുകൂടുമ്പോൾ ഒരുപാട് മഹത്വങ്ങൾ അതുകൊണ്ട് നേടുകയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, യഥാർത്ഥ പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഉലമാഉ ഉമ്മത്തി ക അംബിയാഇ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ നബിമാരെ പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ രക്തം പേറാൻ ഭാഗ്യം ലഭിക്കുക അത് വലിയ മഹത്വമാണ്. അത്രത്തോളം മഹത്വം നമുക്കൊന്നും ആർജിക്കാൻ കഴിയില്ല. ആ മഹത്വത്തോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ ലോകത്തിന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാകുന്നു, ഇൽമ്. ആ ഇൽമിനെ ആഴങ്ങളിൽ പഠിക്കാനുള്ള അവസരം ബഹുമാനപ്പെട്ട താജുൽ ഉലമക്കുണ്ടായി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, പൊന്മള ഉസ്താദിന്റെ പഠനകാലത്ത് ഉള്ളാടത്ത് സന്ദർശിക്കുമ്പോൾ മഹാനായ താജുൽ ഉലമ ഷാഫിഈ ഫിഖ്ഹിലെ ഏറ്റവും പ്രൗഢമായ ഗ്രന്ഥം തുഹ്ഫത്തുൽ മുഹ്താജ്, ആ ഗ്രന്ഥം കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് നടന്നുകൊണ്ടായിരുന്നു. കയ്യിലൊരു പേപ്പർ പോലുമില്ല. വളരെ മനോഹരമായി മനപ്പാടമുള്ള ആ ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഇന്നും അത്ഭുതത്തോടെയാണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ആ വിഷയം അവതരിപ്പിക്കാറുള്ളത്. തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, അത് പൂർണ്ണമായും പഠിച്ചവരും പാരായണം ചെയ്തവരും വളരെ അപൂർവമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഫിഖ്ഹ് ചെറുശ്വര ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, ആ മഹാപണ്ഡിതൻ പറയാറുണ്ട്, ഒരു 8 ജുസ് ഒക്കെ ആകുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇരിക്കും. 8 ജുസ് ഒക്കെ ആകുമ്പോൾ 8ാമത്തെ വാല്യത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒന്നിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഗഹനമായ വിഷയങ്ങളായിരിക്കും പിന്നീട് ചർച്ച ചെയ്യുന്നത്. 8 ജുസുവും 8ഉം 9ഉം 10ഉം ഒക്കെ വലിയ ഗഹനമായ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള പഠനങ്ങളാണ്. അങ്ങനെ മഹാനായ അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ കുറിച്ച് പോലും ഇരുന്നു കൊണ്ട് വളരെ ഗൗരവത്തിൽ എഴുതിയതാണ് എന്ന് ബഹുമാനപ്പെട്ട മഹാപണ്ഡിതനായ ബഹുമാനപ്പെട്ട ചെറുശ്വര ഉസ്താദ് പറയാറുണ്ട്. ആ ഗ്രന്ഥമാണ് കാണാതെ ദർസ് നടത്തുന്നത്. ബാക്കിയാത്ത് പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ഒരു ഉസ്താദിനെ കുറിച്ച് ഒരു ശിഷ്യൻ അനുസ്മരിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. തുഹഫ ദർസ് നടത്തുമ്പോൾ ഒരു ലമീർ മടക്കി 2-3 പേജ് കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഉസ്താദ് പറയുന്നത് തെറ്റിപ്പോയി, മറിക്കണം 2-3 പേജ് മുന്നിലേക്ക് മറിച്ചിട്ട് അന്ന് ഞാൻ മടക്കിയ ലമീർ തെറ്റായിരുന്നുവെന്ന് 2-3 പേജ് കഴിഞ്ഞപ്പോഴാണ് ഉസ്താദിന് ബോധ്യപ്പെട്ടത്. ഉസ്താദിന്റെ കുഴപ്പമില്ല, അതങ്ങനെയാണ്. അങ്ങനെയുള്ള ആ മഹാഗ്രന്ഥം ഒരു പേജ് പോലും നോക്കാതെ പഠിപ്പിക്കാൻ കഴിയുക എന്നത് ഈ കേരളത്തിൽ ജീവിച്ച ഒരേ ഒരു സയ്യിദിനെ സാധിച്ചിട്ടുള്ളൂ. അത് മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ അവറുകൾക്കാണ്. അവിടെ നിന്ന് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ആദർശത്തിന്റെ പ്രതിബദ്ധത, ആദർശത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനുള്ള സന്നദ്ധത, അത് നാം വായിച്ചെടുക്കേണ്ടതാണ്. ആ ആദർശത്തിനുള്ള ധീരമായ കാൽവെപ്പുകളാണ് ഈ രൂപത്തിൽ സത്യത്തെ ആരുടെയും മുഖത്തു നോക്കാതെ, ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കാതെ തുറന്നു പറയാനുള്ള അവസരം നമുക്ക് നൽകിയത് മഹാനായ താജുൽ ഉലമയുടെ ധീരമായ കാൽവെപ്പുകളാണ്. ആദർശ രംഗത്തും അറിവിന്റെ രംഗത്തും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ
ജീവിതത്തിന്റെ അവസാനം വരെ പഠനങ്ങളുമായി കഴിഞ്ഞു നീങ്ങിയവർ. അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരു സഹാബി ചോദിക്കുന്നു, അയ്യുന്നാസി ഖൈർ, ആരാണ് ഏറ്റവും ഉത്തമൻ നബിയെ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തൂബാ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരാൾക്കാണ് സൗഭാഗ്യം, അയാൾക്ക് ദീർഘായുസ് അല്ലാഹു കൊടുക്കുന്നു, സുഹൃതം സാന്ദ്രമായ ജീവിതമായി അദ്ദേഹം മാറുന്നു. അങ്ങനെ സുഹൃതങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ജീവിതം ദീർഘമായി നീളുമ്പോ ആ മനുഷ്യൻ സുഭകനാണെന്ന് സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനായ ഗൗസുൽ ആദമിന്റെ മാസമാണിത്. ഗൗസുൽ ആദം 90 ആണ്ടുകളാണ് തന്റെ ജീവിതത്തിൽ താണ്ടിയത്. ആ 90 ആണ്ടും അറിവിന്റെയും ആത്മീയതയുടെയും നന്മയുടെയും സാന്ദ്രമായിരുന്നു. എന്നാൽ മഹാനായ താജുൽ ഉലമ 94 ആണ്ടുകൾ താണ്ടി. അവിടെ നിന്റെയും ജീവിതം അറിവിന്റെയും എല്ലാ ആത്മീയതയുടെയും നിറകുടമായിരുന്നു. അള്ളാഹുവിന്റെ ആത്മീയമായ അറിവുകളെ ഒരുപാട് ആയിരങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ച ആ മഹാ പിശഗ്വരൻ, ആത്മീയ പിശഗ്വരൻ വിട പറയുമ്പോൾ അവിടെ നിന്റെ സ്വപ്നത്തിലൂടെയും ഇന്നും പല ആളുകളും അവിടെ നിന്റെ ആത്മീയത അനുഭവിക്കുകയാണ്. നമ്മുടെ പള്ളി തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ വലിയ അത്ഭുതമാണ്. പലർക്കും ഒരുപാട് അനുഭവങ്ങളാണ്. താജുൽ ഉലമയുടെ പള്ളിയിലേക്ക് നേർച്ചയാക്കിയാൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് രോഗങ്ങൾ മാറിയതും പല അനുഭവങ്ങളും. ഇതിന്റെ നിർമ്മാണങ്ങൾ തന്നെ അതിൻ്റെവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. വളരെ സ്പീഡിലായിരുന്നു. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പള്ളിക്ക് പേര് വെക്കാൻ ഇവിടെയുള്ള അതിന്റെ ആദ്യകാല ആളുകൾ ചിന്തിച്ചില്ലെങ്കിൽ പോലും 2 സഹോദരങ്ങൾ, അനസിനെ പോലെയുള്ള സഹോദരങ്ങളുടെ മനസ്സിലാണ് നമുക്ക് താജുൽ ഉലമ എന്ന് പേരിടാം. മഹാനായ താജുൽ വഫാത്തായ മാസം, ആ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആ നാമധേയം നൽകാമെന്ന് സാധാരണക്കാരായ 2 ആളുകളുടെ മനസ്സിലാണ് ആശയം അങ്കുരിച്ചത്. അതെന്നെ അത്ഭുതമല്ലേ? ആ നാമധേയത്തോടുകൂടി ലോകത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. അവിടെ നിന്റെ എല്ലാ ബറക്കത്തും അത് നാം അനുഭവിക്കുകയാണ്. ധാരാളം ആളുകൾക്ക് മഹാനുഭാവന്റെ മരണാനന്തരമുള്ള കറാമത്തുകൾ കൊണ്ട് ധാരാളം അനുഭവങ്ങൾ സിദ്ധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് നൽകി സുഖസാന്ദ്രമായ ജീവിതം നയിച്ചു. എല്ലാ സമയത്തും അള്ളാഹുവിനെ മാത്രം ആഗ്രഹിച്ചവരും അള്ളാഹുവിനെ മാത്രം ഓർത്തവരും. പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയിലേക്ക് എത്രയെത്ര പ്രാവശ്യമാണ് അവിടുന്ന് പ്രയാണം നടത്തിയത്. ഹജ്ജ് നിർവഹിച്ചതിന് കണക്കില്ല. എനിക്കിതൊരു അനുഭവമുണ്ട്. മിനയിൽ വെച്ച് ഞങ്ങളുടെ ടെന്റ് കുറച്ച് അടുത്തായിരുന്നു, ജംറയോടടുത്തായിരുന്നു. താജുൽ ഉലമയുടെ ടെന്റ് കുറെ ദൂരെയായിരുന്നു. ആ പ്രായാധിക്യമുള്ള മനുഷ്യൻ ആരുടെയും സഹായമില്ലാതെ പച്ച ഷാളും തോളിലിട്ട് ബനിയന് വിട്ടുകൊണ്ട് ആടിയാടി വരുന്ന രംഗം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അത്ഭുതപ്പെടുകയാണ്. ഇവിടെ വരുമ്പോൾ പലപ്പോഴും ധാരാളം അവശതയും ക്ഷീണവും അനുഭവപ്പെടുന്ന തങ്ങൾ ഹറമിലെത്തുമ്പോൾ ഊർജ്ജസ്വലനാവുകയാണ്. ആരെയും പരിഗണിക്കാറില്ല. റൗദയിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ അബൂബക്കർ സഅദ് ചിരിച്ചുപോയി. കാരണം താജുൽ ഉലമ റൗദയിലേക്ക് ഓടുന്ന രംഗം കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പോലും വെല്ലുന്ന രീതിയിൽ മഹാനായ താജുൽ ഉലമ ആരോഗ്യവാനുകയാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പെത്തുമ്പോൾ ആരോഗ്യവും ഊർജ്ജസ്വലതയും ഉണ്ടാവുക. അതാണ് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ കറാമത്ത്. മഹാനായ താജുൽ ഉലമ എത്രയോ ഹജ്ജ് നിർവഹിച്ചു, എത്രയോ ഉംറകൾ നിർവഹിച്ചു. എല്ലാ ദിവസവും ഉംറ നിർവഹിക്കുന്നവർ ആ സമയത്ത് ആരെയും പരിഗണിക്കാറില്ല. പോടാ, എന്തിനാണ് ഇവിടെ കൈപിടിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടുന്ന സ്വഭാവമുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിന്റെ ദർസിൽ പങ്കെടുക്കാൻ പോയി. ദാരിം ഉസ്താദ് അടക്കമുള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദും അതുപോലെ സിറാജുദ്ദീൻ ബാക്കയും ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെല്ലാം വളരെ മനോഹരമായി ബുഖാരി ദർസിൽ പങ്കെടുത്തു. പിന്നെ ഞങ്ങൾ മറ്റൊരു പ്രാവശ്യം കൂടെ പോയി. അത് പോയത് ചെറിയൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എനിക്കൊക്കെ. കാരണം ഒട്ടകത്തിന്റെ ഇറച്ചിയുണ്ട്, മൗലിദുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ ചെന്നു. അന്ന് മിക്കവാറും ഒട്ടകത്തിന്റെ ഇറച്ചിയും കിട്ടിയില്ല, മൗലിദും ഇല്ലായിരുന്നു. അന്ന് ബുഖാരി ദിവസമായിരുന്നു. അപ്പോൾ ഉസ്താദിന് മനസ്സിലായിട്ടുണ്ട് കറങ്ങിയെടുക്കുന്ന കുറെ ടീമുണ്ടെന്ന്. ഇവിടെ ഹറമിൽ വന്നിട്ട് എപ്പോഴും ഇവിടെ വരുന്ന ടീമുണ്ട്. ഉസ്താദ് നന്നായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ കശക്കി ഇങ്ങനെ എപ്പോഴും കറങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം കണ്ടാൽ മതി എന്ന രീതിയിൽ ഒരുപാട് വളരെ മോശമായ ഈ പ്രവൃത്തിയെ നിരാകരിക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ സംസാരിച്ചു. അന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു, ഇങ്ങനെ ഹറമിൽ ചെന്നാലും ആളുകളെ ബഹുമാനിക്കുകയല്ല വേണ്ടത്, അവിടെ നാം എന്ന ഉദ്ദേശം നടപ്പാക്കണം. ആ അർത്ഥത്തിൽ ആരെയും സ്വീകരിക്കാതെ, ആരുടെയും സഹായത്തിന് കാത്തു നിൽക്കാതെ ഒരുപാട് ഹജ്ജും ഉംറയും ഒരുപാട് അമലുകൾ നിർവഹിച്ചു. കഅബത്തുൽ മുശറഫയിലേക്ക് നോക്കിയിട്ട് അസ്മാഉൽ ഹുസ്ന മുഴുവനും
അല്ലാഹു ജല്ല ജലാലു, അർ റഹ്മാനു ജല്ല ജലാലു, അർ റഹീമു ജല്ല ജലാലു 1,00,000-ഓളം പ്രാവശ്യം ഓരോ ഇസ്മുകളും പറഞ്ഞുകൊണ്ട് റിയാദ വീടിയവർ, ഒരുപാട് മശായിഖുമാരുമായി ബന്ധപ്പെട്ടവർ, അറബിയിലുള്ള ഒരുപാട് മഹാപണ്ഡിതന്മാർ താജുലുമയുടെ ചെരുപ്പെടുക്കാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്നത് ബഹുമാനപ്പെട്ട ഒരുപാട് ഉസ്താദുമാർ കണ്ട അനുഭവങ്ങൾ പലപ്പോഴും പറഞ്ഞത് നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മഹാപണ്ഡിതന്മാർ ആദരിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളും 2 പ്രാവശ്യമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അന്ന് മർക്കസ് സഖാഫത്തി സുന്നിയയുടെ ശിലവാകാൻ വേണ്ടിയും മറ്റന്ന് SYSന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിന് വേണ്ടിയും. ആദ്യ സമ്മേളനത്തിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ആ അടക്കമുള്ള മഹാപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഒരു പണ്ഡിത കോൺഫറൻസ് കോഴിക്കോട് ടൗൺ ഹാൾ നടന്നു. അന്ന് ബഹുമാനപ്പെട്ട ഖലീലുകൾക്ക് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ആ രംഗം അവതരിപ്പിക്കുന്നുണ്ട്. അതാ വരുന്നു 3 മഹാപണ്ഡിതന്മാർ. മുന്നിൽ നടക്കുന്നത് മഹാനായ താജുൽ ഉലമ, പിന്നിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ആ മഹാസാരഥികളുടെ ആഗമനം വളരെ അത്ഭുതത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവതരിപ്പിച്ചത്. ആ 3 പേരും അവർക്കറിയാമായിരുന്നു ഞങ്ങളുടെ എല്ലാം മുന്നിൽ ഞങ്ങളുടെ അരുമ ശിഷ്യനാകുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ 39ാമത്തെ പൗത്രൻ കടന്നുവരുമെന്നറിയാമായിരുന്നു. സമസ്തയെ നയിക്കാൻ ഞങ്ങളെക്കാൾ യോഗ്യത ഈ അരുമ ശിഷ്യനാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നിൽ മഹാനായ താജുലുമയെ നടത്തിയിട്ട്, ശിഷ്യനെ നടത്തിയിട്ട് ഉസ്താദ്മാര് പിന്നിൽ നടന്നു എന്ന് മാത്രമല്ല, ആ വേദിയിലേക്ക് വന്നിരുന്നു മഹാനായ താജുലുമ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കുന്നത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുല്ലമയുമാണ്. അത്ഭുതത്തോടുകൂടി 14 വയസ്സുള്ള ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഈ രംഗം ഒപ്പിയെടുക്കുകയാണ്, കാണുകയാണ്, അതിന്ന് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ മഹാന്മാരായ സാദാത്തുക്കൾക്ക് അള്ളാഹുവിന്റെ അഹ്ലു ബൈത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാം മുൻഗാമികളാണ് ഞാനെന്ന എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചത്. റബീഉൽ ആഖിർ കടന്നു വരുമ്പോൾ 1-ാമത്തെ ദിവസം വേദനയുമായി നമ്മെ ഉപാധ്യപ്പെടുത്തുന്നത് മഹാനായ താജുല്ലമയുടെ വേർപാടാണെങ്കിൽ റബീഉൽ ആഖിർ, ആ റബീഉൽ ആഖിറിലെ 3 അല്ലെങ്കിൽ 2-ലാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത്. റബീഉൽ ആഖിർ 5-ലാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്താകുന്നത്. മരണത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ക്രമീകരണം കാണിച്ചു. നാം റബീഉൽ ആഖിർ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ 1-ാമതായി താജുൽ ഉലമയെ, അതിനുശേഷം കണ്ണിയത്ത് ഉസ്താദിനെ, അതിനുശേഷം ശംസുൽ ഉലമയെ. ആ പാരമ്പര്യം, ആ മഹത്തായ ഈ ഔന്നത്യവും സാരഥ്യവും ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ആശീർവാദങ്ങൾ വാങ്ങിയവരാണ്. ആരും വിചാരിക്കണ്ട കണ്ണിയത്ത് ഉസ്താദ് മുഖം കെടുത്താൻ വേണ്ടി ദുആ ചെയ്തവരിൽ ഏറ്റവും പ്രഗത്ഭൻ ആ ശിഷ്യനാണെന്ന് വിചാരിക്കണ്ട. കണ്ണിയത്ത് ഉസ്താദിന്റെ എല്ലാ ആശീർവാദങ്ങളും ലഭിച്ചുകൊണ്ടാണ് അവിടെ നിന്റെ എല്ലാ ജീവിതമുണ്ടായത്. കാസർഗോഡ് കാദി വഫാത്തായപ്പോ ബഹുമാനപ്പെട്ട ഉള്ളാളതങ്ങളെ കാസർഗോഡ് കാദിയാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു നിലക്കും മടങ്ങുന്നില്ല. അവസാനം കണ്ണിയത്ത് ഉസ്താദ് ഇടപെട്ടു. ആ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് കാസർഗോഡ് കാദിയായി മഹാനായ തങ്ങളവരുകൾ അവരോധിതനാകുന്നത്. മാത്രമല്ല ആ കാദി ആരോഹണത്തിൽ കാർമ്മികത്വം വഹിച്ചത് തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദായിരുന്നു. അങ്ങനെയുള്ള ഉസ്താദിന്റെ ആശീർവാദവും അംഗീകാരവും അവസാനം വരെ ലഭിച്ചു. ആ സമസ്തയിലുണ്ടായ ഭിന്നിപ്പിന് ശേഷം ഉള്ളാളത്ത് ആ ഉറൂസിന് വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ പോകുമ്പോൾ ഉസ്താദ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ കാലിൽ തന്നെ ഇരുന്നു, വീട്ടിലേക്ക് പോയില്ല. കാരണം കണ്ണിയത്ത് ഉസ്താദ് എന്തായിരിക്കും പറയുന്നത്, എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് തങ്ങളവകൾ കാലിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഉള്ളാളത്തെ കമ്മിറ്റിക്കാർ ക്ഷണിച്ചു, ക്ഷണം സ്വീകരിച്ചു. അപ്പോഴും തന്റെ അരുമശിഷ്യനെ മറന്നില്ല. എവിടെ ഉള്ളാളത്തെ തങ്ങൾ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ കാറിലിരിക്കുന്നുണ്ട്, വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. താജുൽ ഉലമയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് എന്റെ പ്രിയപ്പെട്ട തങ്ങളെ അങ്ങ് വരാതിരുന്നത്? അങ്ങ് എന്തെങ്കിലും പറയുമോ? അങ്ങ് ഞങ്ങളെ പുറത്താക്കിയില്ലേ? ഞാൻ പുറത്താക്കുകയോ? കിടന്നിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ പുറത്താക്കുകയോ? ഞാൻ പുറത്താക്കിയിട്ടില്ല, ഞാൻ പുറത്താക്കുകയില്ല. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിക്കാരുടെ കണ്ണുകൾ നനയുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കുറിച്ച് കണ്ണിയത്ത് ഉസ്താദ് പ്രതികരിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരുടെ മനസ്സിൽ യാതൊരു വെറുപ്പും ഈർഷ്യതയും ഈ അരുമ ശിഷ്യനോട് അവസാനം വരെ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ചിത്താരി ഉസ്താദും പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന്റെ സമയം, വഫാത്തിനോട് അടുത്ത സമയത്ത് ഞങ്ങൾ കാണാൻ ചെന്നപ്പോ അപ്പോഴും കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട താജുലുലമയോടും അതുപോലെ ഹംസയോടും പറഞ്ഞു, നിങ്ങളുടെ കൂടെയാണ് ഞാനുള്ളത്, അല്ലാഹുവാണ് സത്യം, എന്റെ 2 ചെവി കൊണ്ട് ഞാൻ കേട്ടുവെന്നാണ് ബഹുമാനപ്പെട്ട കൻസുലുലമ ചിത്താരി ഉസ്താദിനെ കുറിച്ച് സുന്നി വോയിസിൽ രേഖപ്പെടുത്തിയത്. അവരുടെ എല്ലാം ആശീർവാദങ്ങളും പൊരുത്തവും അവസാനം വരെ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല 94 ആയുസ് നൽകി, സാന്ദ്രമായ നന്മയുടെ ആയുസ്. അല്ലാഹുവിന്റെ ഹബീബിനെ പോലെ തന്നെ 7 മക്കൾ ബഹുമാനപ്പെട്ട താജുലുലമക്കുണ്ടായിരുന്നു. 16-ാമത്തെ വയസ്സിൽ പത്നിയെ സ്വീകരിച്ചുകൊണ്ട് തന്റെ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് സ്വന്തം ജ്യേഷ്ഠന് വേണ്ടി കരുതിയിരുന്ന കാമിനി ജ്യേഷ്ഠനെ കാണാതായപ്പോ തന്റെ കഴുത്തിലായി. അങ്ങനെ മഹാനായ താജുലുലമ 16-ാമത്തെ വയസ്സിൽ കുടുംബജീവിതവുമായി മുന്നോട്ട് വരുമ്പോ പരിജ്ഞാനം പഠിക്കാൻ കുടുംബജീവിതം തടസ്സമല്ല എന്നത് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചു. പലപ്പോഴും പറയാറുണ്ട് 2 സതികൾക്കിടയിലാണ് പരിജ്ഞാനവും അഥവാ മനപ്പാടമാക്കാനുള്ള കഴിവ് 2 സ്ഥലങ്ങൾക്കിടയിലാണ് എന്ന്. ഉമ്മയുടെ സ്ഥലം വിട്ട് ഭാര്യയുടെ സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ അതിനിടയിലായിട്ടെല്ലാം പഠിച്ചു വെക്കണം. പക്ഷേ ആ പാഠം ഒരിക്കലും താജുലുലമ പഠിച്ചില്ല. താജുലുലമ പഠിപ്പിച്ചു. 16-ാമത്തെ വയസ്സിൽ കുടുംബഭാരമേറ്റപ്പോഴും പരിജ്ഞാനത്തിന്റെ വീതിയിലൂടെ പ്രയാണം നടത്തി അറിവുകൾ ഒരുപാട് ആർജിച്ച മഹാനായ താജുലുലമ ഓടുകൾ നമുക്ക് മുമ്പിൽ ഏറ്റവും നല്ല പാഠം നൽകുന്നത് പഠിക്കാൻ തയ്യാറാവുക. ഏറ്റവും വലിയ അമൂല്യമായ ആ അക്ഷയഖനി അറിവ് മാത്രമാണ്. അറിവ് അമൂല്യമാണ്, ഒരിക്കലും ക്ഷയം സംഭവിക്കുകയില്ല. ആ അറിവ് കൊണ്ടാണ് അമരത്തെത്താൻ കഴിയുന്നത് എന്ന അമേയമായ സന്ദേശവും നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പഠന സഫര്യയിൽ തന്റെ ജീവിതം മുഴുവനും ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാർഗത്തിൽ ജീവിച്ചു.